സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. ഇരുവരെയും നാളെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വിടുന്ന കാര്യം തീരുമാനിക്കുക. ഫൈസൽ ഫരീദിനെയും റബിൻസിനെയും കേസിൽ പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ചു. ഇരുവരെയും ഇന്ത്യയിൽ എത്തിക്കാൻ ജാമ്യം ഇല്ലാ വാറണ്ട് പുറപ്പെടുവിക്കാൻ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. സ്വപ്ന സുരേഷ് പ്രതിയായ എയർ ഇന്ത്യ സാറ്റ്സ് കേസിൽ കൂടുതൽ നടപടികളുമായി ക്രൈംബ്രാഞ്ച്. എയർ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ സംഘം. CPM നേതൃത്വം അറിഞ്ഞാണ് സർക്കാർ അഴിമതി നടത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ശിവശങ്കറിനെ മാറ്റി നിർത്തി അഴിമതിക്കറ കഴുകിക്കളയാൻ കഴിയില്ല. പണം ശിവശങ്കർ എവിടെ സൂക്ഷിച്ചെന്നും അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന വ്യവസായത്തിന് സഹായം നൽകുന്നവരെക്കുറിച്ച് വെളിപ്പെടുത്തണമെന്നും സുരേന്ദ്രൻ. അടുത്ത മാസം 1 മുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ. ചാർജ് വർദ്ധിപ്പിച്ചെങ്കിലും കോവിഡ് ഭീതിയെ തുടർന്ന് ബസ്സുകളിൽ യാത്രക്കാർ കുറവ്. ഇത് വലിയ നഷ്ടത്തിന് കാരണമാകുന്നുവെന്നും ബസ് ഉടമകൾ. സർവീസുകൾ നിർത്തുന്നതിനായി ഗതാഗത വകുപ്പിൽ G-ഫോം സമർപ്പിക്കുമെന്ന് ബസ് ഉടമ സംയുക്ത സമിതി. ഡീസൽ വില ഉയരുന്നത് മൂലം ചാർജ് വർധനയുടെ ഗുണം ലഭിക്കുന്നില്ലെന്ന് ബസ് ഉടമകൾ. വാഹന നികുതിയിൽ ഇളവ് വേണമെന്നും ആവശ്യം. കൊച്ചിയിൽ ഒരു കോവിഡ് മരണം കൂടി. മരിച്ചത് പള്ളിക്കര അമ്പലപ്പടി സ്വദേശി അബൂബക്കർ. 72 വയസ്സായിരുന്നു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന്. ഇടുക്കിയിലും കോവിഡ് മരണം. മമ്മട്ടിക്കാനം സ്വദേശി CB വിജയൻ മരിച്ചു. എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് മരിച്ചത് 4 പേർ. കാസർഗോഡ് അടുക്കത്ത ബയലിൽ ഇന്നലെ മരിച്ച ശശിധരന്റെയും പരിശോധനാ ഫലം പോസിറ്റീവ്. ഇയാളുടെ മകനും നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ആലപ്പുഴ പട്ടണക്കാട് ശനിയാഴ്ച മരിച്ച ചാലുങ്കൽ ചക്രപാണിയും കോവിഡ് ബാധിതനായിരുന്നുവെന്ന് കണ്ടെത്തി. കോവിഡ് ബാധിച്ച് ഇന്നലെ കോഴിക്കോട് മരിച്ച റുഖ്യാബിയുടെ ഒരു ബന്ധു കൂടി മരിച്ചു. മരിച്ചത് മകളുടെ ഭർത്താവ് കുന്നമംഗലം സ്വദേശി മുഹമ്മദ് അലി. സ്രവം പരിശോധനയ്ക്ക് അയച്ചു. മറ്റൊരു മകളും കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. കോവിഡ് വ്യാപനം തീവ്രമായ തീരമേഖലയിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുമെന്ന് തിരുവനന്തപുരം മേയർ K. ശ്രീകുമാർ. നഗരത്തിൽ എല്ലായിടങ്ങളിലും ലോക്ക്ഡൌൺ തുടരണമോ എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്നും മേയർ. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. MLA നിരീക്ഷണത്തിൽ പോയത് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതോടെ 15 CPM നേതാക്കളുടെ ഫലവും നെഗറ്റീവ്. ചേർത്തല നഗരത്തിൽ വീണ്ടും ആശങ്ക. ഒരു കുടുംബത്തിലെ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗബാധ ചേർത്തല തെക്കേ അങ്ങാടിയിലെ ഫ്രൂട്ട്സ് വ്യാപാരിക്കും ഭാര്യയ്ക്കും മകനും. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് മന്ത്രിസഭായോഗം. രോഗവ്യാപനം കൂടിയ മേഖലകളിൽ കർശന നിയന്ത്രണം. മാർക്കറ്റുകളിൽ നിന്നാണ് കൂടുതൽ രോഗവ്യാപനം. മാർക്കറ്റുകളിൽ കർശന പരിശോധന നടത്താനും തീരുമാനം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 7 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. ഹൗസ് സർജൻ, 3 സ്റ്റാഫ് നഴ്സ്, 2 ഡയാലിസിസ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് എന്നിവർക്കാണ് രോഗം. ഇതോടെ പരിയാരത്ത് രോഗം ബാധിച്ച ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 44ആയി. 80ഓളം ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിൽ. വയനാട്ടിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത 7 പേർക്ക് കോവിഡ്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് കൂടൻകുന്നിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത 2 കുടുംബങ്ങളിലെ 7 പേർക്കാണ് രോഗം. കോട്ടയത്ത് നാട്ടുകാർ തടഞ്ഞ കോവിഡ് രോഗിയുടെ സംസ്കാരം നടത്തി. വൻ പോലീസ് സന്നാഹമെത്തി മൃതദേഹം സംസ്കരിച്ചത് രാത്രി 11 മണിയോടെ. 300ഓളം പോലീസുകാരെ ഇറക്കി സംരക്ഷണം ഒരുക്കിയ ശേഷം മുട്ടമ്പലത്ത് തന്നെയായിരുന്നു സംസ്കാരം. കോട്ടയത്ത് മൃതദേഹം സംസ്കരിക്കുന്നത് തടഞ്ഞ കൗൺസിലർക്കെതിരെ പോലീസ് കേസ്. BJP കൗൺസിലർ TN ഹരികുമാർ ഉൾപ്പെടെ കണ്ടാലറിയുന്ന 50 പേർക്കെതിരെയാണ് കേസ്. കോട്ടയത്ത് ശവസംസ്കാരം തടഞ്ഞത് പ്രാദേശികമായ വിഷയമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം. വിഷയം പരിഹരിക്കാൻ ആരും എത്തിയില്ലെന്നും സുരേന്ദ്രൻ. കൊച്ചിയിൽ 2 കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി. എറണാകുളം കുന്നുംപുറവും വൈറ്റില ജനതയും കണ്ടെയ്ൻമെന്റ് സോണായി.
തൃശൂരിലും അതീവ ജാഗ്രത തുടരുന്നു. മുൻകരുതലായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ചേറ്റുവ ഹാർബർ ഓഗസ്റ്റ് 2-ാം തീയതി വരെ അടച്ചു. സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഒരുങ്ങി. 5000 പേർക്കുള്ള സൗകര്യമാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ഒരുക്കിയത്. ധനബിൽ പാസാക്കുന്നത് വൈകിപ്പിക്കാനുള്ള ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. കോവിഡ് വ്യാപനത്തിനെ തുടർന്ന് നിയമസഭാ ചലനാത്മകമാണ് നടപടി. ഓൺലൈനായാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചേർന്നത്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 15 ലക്ഷത്തിലേക്ക്. 24 മണിക്കൂറിൽ 49,931 പേർക്ക് കൂടി കോവിഡ്. ദിനം പ്രതിയുള്ള രോഗബാധിതരുടെ എണ്ണത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. 24 മണിക്കൂറിടെ 708 പേർ മരിച്ചു. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. 24 മണിക്കൂറിനിടെ 9,431 പേർക്ക് രോഗം. തമിഴ്നാട്ടിലും ആശങ്ക തന്നെ. 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ചത് 6,986 പേർക്ക്. ഒരു ദിവസത്തിനിടെ മരിച്ചത് 85 പേർ. കർണാടകയിൽ കോവിഡ് മരണം തുടരുന്നു. 24 മണിക്കൂറിനിടെ 82 രോഗികൾ കൂടി മരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ മരിച്ചത് 1,878 പേർ. കർണാടകയിൽ ഒരു മന്ത്രിക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത് വനം മന്ത്രി ആനന്ദ് സിംഗിന്. ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രിയുടെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. വന്ദേ ഭാരത് മിഷന്റെ 5-ാം ഘട്ടം ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ. 53 രാജ്യങ്ങളിൽ നിന്നായി 2.5 ലക്ഷത്തോളം പേരെ തിരികെ നാട്ടിലെത്തിച്ചു. കൂടുതൽ പേരെ ഓഗസ്റ്റിൽ തിരിച്ച് എത്തിക്കുമെന്നും എയർ ഇന്ത്യ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,64,4 ലക്ഷം പിന്നിട്ടു. മരണസംഖ്യ 6,53,000-ലേക്ക്. 66,238 പേരുടെ നില അതീവ ഗുരുതരം. അമേരിക്കയിൽ കൊന്നൊടുക്കി കോവിഡ്. 43,72,000 കടന്ന് രോഗബാധിതരുടെ എണ്ണം. മരണസംഖ്യ 1,50,000-ലേക്ക്. അമേരിക്കയിൽ $1 ട്രില്യൺ കോവിഡ് സഹായ പാക്കേജ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ന് സെനറ്റിൽ അവതരിപ്പിച്ചേക്കും. പുതിയ പാക്കേജിൽ കുട്ടികൾക്കും തൊഴിലിനുമാണ് കൂടുതൽ പ്രാധാന്യം. ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ. രാജ്യത്ത് 24,20,000-ഓളം കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 87,000 പിന്നിട്ടു. റഷ്യയിലും ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല. രോഗബാധിതരുടെ എണ്ണം 8,13,000-ലേക്ക്. മരണസംഖ്യ 13,269. കോവിഡിന്റെ 2-ാം ഘട്ട വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് സ്പെയിൻ. മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നും സാമൂഹ്യ അകലം പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വിനോദസഞ്ചാരികളെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള സ്വയം നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സ്പെയിൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും 2 ആഴ്ചത്തെ ക്വാറന്റൈൻ ടൂറിസം മേഖലയെ തകർക്കുമെന്നും സ്പെയിൻ. ദക്ഷിണാഫ്രിക്കയിലും സ്ഥിതി ഗുരുതരമായി തുടരുന്നു. രാജ്യത്ത് 4,44,000-ലേറെ രോഗികൾ. ഇതുവരെ 6,769 പേർ മരിച്ചു. മെക്സിക്കോയിൽ അതിവേഗം പടർന്ന കോവിഡ്. രോഗബാധിതരുടെ എണ്ണം 3,90,000 പിന്നിട്ടു. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 43,680. മെക്സിക്കോയിൽ 24 മണിക്കൂറിനിടെ 5,480 രോഗികൾ. ഒരു ദിവസത്തിനിടെ 306 മരണം. സ്ഥിതി രൂക്ഷമാകുന്നുവെന്ന് ഭരണകൂടം. ലാറ്റിൻ അമേരിക്കയിലും സ്ഥിതി അതീവ ഗുരുതരം. പെറുവിലും ചിലിയിലും 3.5 ലക്ഷം രോഗികൾ. പെറുവിൽ മരണസംഖ്യ 18,229. ചിലിയിൽ മരണസംഖ്യ 9,112. ജർമ്മനിയിൽ കോവിഡ് കേസുകളുടെ എണ്ണം 2,05,609. ഇന്നലെ മാത്രം 340 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതുവരെ 9,118 പേരാണ് മരിച്ചത്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. ഇന്നലെ മാത്രം 532 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികൾ നാടുവിടണമെന്ന് വിയറ്റ്നാം. സമ്പർക്കത്തിലൂടെ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിർദ്ദേശം. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ച് ഇസ്രായേലിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി ആയിരങ്ങൾ തെരുവിൽ. ചൈനയിൽ 61 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സിൻജിയാങ് പ്രവിശ്യയിൽ 41, ജിലിൻ പ്രവിശ്യയിൽ 16 കേസുകൾ. പുതുതായി മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഗൾഫിലും കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നു. കുവൈറ്റിൽ ഇതുവരെ രോഗം ബാധിച്ചത് 63,773 പേർക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ വരുന്ന 3 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. നാളെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇനി വിനോദ. ബിടെക് പ്രവേശനത്തിന് ഓൺലൈൻ പരീക്ഷ നടത്താനൊരുങ്ങി അമൃത സർവകലാശാല. റിമോട്ട് പ്രോക്ടേഡ് മോഡലിലായിരിക്കും പ്രവേശന പരീക്ഷ. 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി സർവകലാശാല ഓൺലൈൻ ക്ലാസുകൾ നടത്തും. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 2 യാത്രക്കാരിൽ നിന്നായി കസ്റ്റംസ് അധികൃതർ 1.2 കിലോ സ്വർണം പിടിച്ചെടുത്തു. ജിദ്ദയിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശി, ദോഹയിൽ നിന്ന് വന്ന കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശി എന്നിവരിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. പിടിച്ചെടുത്ത സ്വർണത്തിന് വിപണിയിൽ 60 ലക്ഷം രൂപ വില വരും. ആലുവ സർക്കാർ ആശുപത്രിയിൽ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചതായി ആരോപണം. പുളിഞ്ചോട് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിജയനാണ് മരിച്ചത്. ചികിത്സ നൽകാതെ അരമണിക്കൂറിലേറെ ആംബുലൻസിൽ കിടത്തിയെന്ന് പരാതി. ഏറ്റുമാനൂരിൽ സ്ഥിതി അതീവ ഗുരുതരം. ആന്റിജൻ പരിശോധനയിൽ 30-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് പേരൂർ റോഡിലെ പച്ചക്കറി മാർക്കറ്റിൽ. 50 പേർക്ക് പരിശോധന നടത്തിയതിൽ 30-ലധികം പേരുടെ ഫലം പോസിറ്റീവ്. വടകരയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ ഭീഷണി രൂക്ഷം. കടൽഭിത്തി തകർന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ കഴിയാൻ ഭയപ്പെട്ട് കുടുംബങ്ങൾ. മൂകച്ചേരി മുതൽ ആവിക്കൽ വരെയാണ് കടൽഭിത്തി തകർന്നത്. പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാമെന്ന് സർക്കാരുകൾ പറഞ്ഞുവെങ്കിലും നടപടിയില്ലെന്ന് പരാതി. കൊല്ലം കടയ്ക്കലിൽ ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി. കടയ്ക്കൽ ആനപ്പാറയ്ക്ക് സമീപം കുറ്റിക്കാട്ടിലാണ് കരടിയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. കോഴിക്കോട് കോതി അഴിമുഖത്ത് തോണി മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് കപ്പക്കൽ സ്വദേശി അബ്ദുൾ ലത്തീഫ്. കൂടെയുള്ള ആൾ രക്ഷപ്പെട്ടു. വള്ളവും വലയും കടലിൽ ഒഴുകിപ്പോയി. വെള്ളാപ്പള്ളി നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തുടരുന്നത് അപമാനകരമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. മുഖ്യമന്ത്രി തെറ്റിദ്ധരുത്തണം. ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പ്രതിയായ വെള്ളാപ്പള്ളിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും സുധീരൻ. കൃഷിയിടത്തെ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്നതിനിടെ വിഷയം പ്രമേയമാക്കി ഒരുക്കിയ മാൻ വാർ എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. മനു വർഗീസും ജിതിനും ചേർന്നാണ് ചിത്രമൊരുക്കിയത്. ജല്ലിക്കെട്ട് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ GK പന്നാംകുഴിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് വീണ്ടും കോവിഡ് മരണം. മരിച്ചത് അടുക്കത്തബയൽ സ്വദേശി ശശിധരൻ. 62 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 15 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായ പുനലൂരിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒറ്റ അക്ക നമ്പർ വാഹനങ്ങൾ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ഇരട്ട അക്ക നമ്പർ വാഹനങ്ങൾക്കും സർവീസ് നടത്താം. പലചരക്ക്, പാല്, പഴം, പച്ചക്കറി വിൽപ്പനശാലകളിലും നിയന്ത്രണം. പത്തനംതിട്ടയിൽ കോവിഡ് ആശങ്ക വർദ്ധിക്കുന്നു. ഒരു ദിവസം 91 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് ജില്ലയിൽ ആദ്യം. ജില്ലയിലെ ക്ലസ്റ്ററുകളിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്നതിലും ആശങ്ക. ക്വാറന്റൈനിടെ പുറത്തിറങ്ങിയത് ചോദ്യം ചെയ്ത സന്നദ്ധ പ്രവർത്തകരെ CPM ഏരിയ കമ്മിറ്റി അംഗം മർദ്ദിച്ചതായി പരാതി. കണ്ടെയ്ൻമെന്റ് സോണായ കോഴിക്കോട് തോട്ടുമുക്കത്താണ് സംഭവം. ക്വാറന്റൈനിൽ കഴിയുന്നതിനിടെ പുറത്തിറങ്ങിയത് ചോദ്യം ചെയ്ത RRT വോളണ്ടിയർമാരെ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ക്വാറന്റൈൻ ലംഘിച്ചിട്ടില്ലെന്നും CPM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം ജോണി ഇടശ്ശേരി. രാജസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമില്ല. നിയമസഭ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ ഗവർണർ. സർക്കാർ ശുപാർശ ഗവർണർ മടക്കി അയച്ചു. BJPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഗവർണറുടെ തീരുമാനമെന്ന് കോൺഗ്രസ്. വെള്ളിയാഴ്ച മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ ആവശ്യം.
ഇതിനായി രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ഗവർണർ നിലപാട് കൂടുതൽ കടുപ്പിച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി. സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി രാജസ്ഥാൻ സ്പീക്കർ പിൻവലിച്ചു. MLA-മാരുടെ അയോഗ്യത നടപടി സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു ഹർജി. രാജസ്ഥാനിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BSP. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു. ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ പ്രതിഷേധിക്കുന്നതെന്നും BSP ദേശീയ ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്ര മിശ്ര. BJPയുടെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ സത്യഗ്രഹവുമായി കോൺഗ്രസ്. ഭരണഘടന സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് നേതാക്കൾ അല്പസമയത്തിനകം സത്യഗ്രഹമിരിക്കും. KPCC ഓഫീസിന് മുന്നിൽ മുല്ലപ്പള്ളി, ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർ പങ്കാളികളാകും. റഫാൽ യുദ്ധവിമാനങ്ങൾ ബുധനാഴ്ചയോടെ ഇന്ത്യയിലെത്തും. ആദ്യഘട്ടത്തിൽ എത്തുന്ന 5 വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് പുറപ്പെട്ടു. UAE വഴി പഞ്ചാബിലെ അംബാലയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക. ബുധനാഴ്ച തന്നെ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാർ റഫാലിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. എത്രയും വേഗം ഇവയെ ലഡാക്കിൽ ഉപയോഗിക്കാനാണ് ശ്രമം. ഇന്ത്യൻ മണ്ണ് ചൈന കയ്യേറിയെന്ന ആരോപണം ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. സത്യം വിളിച്ചു പറയുന്നവരെ ദേശദ്രോഹികളാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും ദേശസ്നേഹമാണെന്നും രാഹുൽ. ഇന്ത്യയുടെ ഭൂപ്രദേശത്തുള്ള ചൈനീസ് സാന്നിധ്യത്തെപ്പറ്റി നുണ പറയുന്നവർ രാജ്യസ്നേഹികളല്ലെന്നും രാഹുൽ ഗാന്ധി. തന്റെ രാഷ്ട്രീയ ഭാവി പകരം കൊടുക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഇക്കാര്യത്തിൽ പറയാനുള്ളതെല്ലാം പറയുമെന്നും രാഹുൽ. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും അസമിൽ മരിച്ചവരുടെ എണ്ണം 102ആയി. 23 ജില്ലകളിലായി 25 ലക്ഷം ദുരിതബാധിതർ. അസമിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.